Comedy Masters. Hi Masters. Hi മണിക്കണ്ണൻ ചേട്ടാ, പക്രു ചേട്ടാ, വിപിൻ ചേട്ടാ. ഹാപ്പി അല്ലേ? അതിനിടയ്ക്ക് ലിപ്സ്റ്റിക് ഇടുന്ന നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ മനുഷ്യനെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഷോ തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടത്. കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, കുറച്ച് സിമ്പിളനാകുന്നുണ്ട്. ആരാണ്? കൂളിംഗ് ഗ്ലാസും ഓവർ ജാക്കറ്റും. ഓവറാണ് ജാക്കറ്റ്. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമഡി മാസ്റ്റേഴ്സിനാണ് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. കാരണം ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഇത്രയും കോസ്റ്റ്യൂമിലും കാര്യങ്ങളൊന്നും അത്ര ശ്രദ്ധ കൊടുക്കില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി കോമഡി മാസ്റ്റേഴ്സിൽ വന്നപ്പോൾ ലോകം മുഴുവൻ ഏത് ഈ പരിപാടി എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ വൃത്തിയായിട്ടിരിക്കുക, ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളത് നമ്മളുടെ ആവശ്യമായിട്ട് മാറി. മാത്രമല്ല, ഇവിടുത്തെ എലീനയുടെ കൗണ്ടർ കേട്ടിട്ട് ചിരിച്ചിരി ചുണ്ട് പൊട്ടണം. അതാണ് കുറച്ച് ഓയിലിയാക്കി. ചോദിച്ചോ? നമുക്ക് ഇന്നൊരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ബിപിൻ ജോർജ്, ലിസൺ ഹിയർ. ടുഡേസ് ടോപ്പിക് ഈസ് കല്യാണം. ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ടല്ലേ. ഒരു ട്രെൻഡിങ് സംഭവം എന്ന് പറയുന്നത്, കല്യാണം കഴിച്ചൊരു കുറെ വർഷം കഴിഞ്ഞ് വീണ്ടും കല്യാണം കഴിക്കുന്നു. അതിന്റെ ഒരു ആഘോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ആദ്യം കണ്ടത് നമ്മുടെ ആസിഫിക്ക ഉണ്ടല്ലോ, വീണ്ടും ഒരു ഭയങ്കര കിടിലം പാർട്ടിയും ഇവർ കല്യാണം കഴിച്ച പോലത്തെ ഒരു ഫംഗ്ഷനും സേവ് ദ ഡേറ്റും അങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. അതായത് കുറെ വർഷം കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ കല്യാണം കഴിക്കണം, ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ അടിച്ചു പൊളിക്കണം. ഇത് 10 വർഷം മുമ്പ് എന്റെ അപ്പൂപ്പനും അമ്മയും വീണ്ടും കല്യാണം കഴിച്ചു. ആണോ? ഞാനാണ് പപ്പടം വിളമ്പിയത്. സീരിയസ് ആയിട്ട്. കാരണം അറിയാമോ, ഈ അപ്പൂപ്പനും അമ്മയും ഈ പറയുന്ന പോലെ രജിസ്റ്റർ മാരേജ് ആയിരുന്നു. പക്ഷെ ഈ ചർച്ചിൽ ഇത് ചേർത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ചേർക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഈ പറയുന്ന പോലെ എന്റെ ഒരു റോൾ മോഡലാണ് പുള്ളി. ആരെയും കൂസാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് അങ്ങനെ സ്വന്തമായിട്ട് ജീവിക്കാൻ. മക്കളെ നിന്ന് 5 പൈസ പുള്ളി ഇതുവരെ ഒരു കാര്യത്തിന് വാങ്ങിച്ചിട്ടില്ല. എന്നാൽ മക്കൾക്ക് 5 പൈസ കൊടുത്തിട്ടുമില്ല. അങ്ങനെ ഭയങ്കര ക്ലിയർ കട്ട് മനുഷ്യനാണ്. എന്നിട്ട് എന്തായിരുന്നു ഫുഡ്? എന്തായിരുന്നു? ബിരിയാണി ആയിരുന്നു ഫുഡ്. ഈ അപ്പൂപ്പനല്ല 5 പൈസ ആർക്കും കൊടുക്കൂലല്ലോ. നമ്മള് പിന്നെ വെജിറ്റബിൾ ബിരിയാണി കൊടുത്താൽ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് എന്ന് പറയുന്നത് നമ്മളെല്ലാരും ഞെട്ടിപ്പോയത്. ധർമ്മൻ ചേട്ടന്റെ കല്യാണമായിരുന്നു. എനിക്ക് നമ്മൾ ഇരിക്കുമ്പോ ഫ്ലോറിൽ വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ധർമ്മൻ ചേട്ടന്റെ കല്യാണം എന്ന് പറഞ്ഞു കല്യാണം കഴിച്ചോ എന്നുള്ളൊരു ഇത് വന്നത്. പക്ഷെ അതൊക്കെ ഒരു എന്താ പറയുന്ന ഒരു ക്യൂട്ട്നെസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. നമ്മളെ പോലത്തെ ആൾക്കാർക്ക് വീണ്ടും എന്നാ നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കല്യാണം കഴിക്കണമല്ലോ എന്നൊക്കെ തോന്നിച്ചു പോകും അല്ലെ. അല്ല, മൊബൈലിൽ ഇങ്ങനെ വാർത്ത വന്നപ്പോ ഇങ്ങനെ നോക്കിയപ്പോ ഞെട്ടിപ്പോയി. ഇങ്ങനെ 2ാം കെട്ട് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ട് കുറേ ഇത് വന്നു. അപ്പൊ പിന്നെ പെൺകുട്ടിയെ നോക്കിയപ്പോ ആ പെൺകുട്ടി തന്നെ. അപ്പം കുഴപ്പമില്ല, ഇതിലെന്തോ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എന്തായാലും ഫോട്ടോഷൂട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വിളിച്ച് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് കുട്ടികളുടെ ഒരു ആഗ്രഹവും അന്നത്തെ അവരുടെ ഒരു ആഗ്രഹവും കൊണ്ട് അന്ന് മര്യാദയ്ക്ക് നടന്നില്ല. അത് അമ്പലത്തിൽ വെച്ചിട്ട് അങ്ങനെ താലി കെട്ടണം, അതുകൊണ്ടാണെന്ന് അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടി. ഞാൻ ഏറ്റവും അടുത്ത ആളാണല്ലോ ധർമ്മേട്ടൻ്റെ. എന്റെ സ്വന്തം ചേട്ടനാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാനൊരു നല്ലൊരു മെസ്സേജ് പുള്ളിക്ക് അയച്ചു. അയച്ചത് ഇതായിരുന്നു: ചേട്ടാ, ഞങ്ങളെ കല്യാണം കഴിഞ്ഞ് അധികം നാളൊന്നും ആയില്ല, എന്നിട്ട് പോലും ഇതൊക്കെ എങ്ങനെ തലേന്ന് കളയാന്ന് പറഞ്ഞ് നിൽക്കുമ്പോ ചേട്ടൻ 2ാമത് കല്യാണം കഴിഞ്ഞ് ചാട്ടൊക്കെ അടിക്കണം ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വോയിസ് നോട്ട് ഇട്ടത്. ആശംസകൾ അയച്ചു. നമുക്ക് ധർമ്മൻ ചേട്ടനെ ഒന്ന് വിളിക്കാൻ പറ്റുമായിരിക്കോ? ഫോണിലൊന്ന് വിളിച്ചു നോക്കുവാണെങ്കിൽ ഒരു ആശംസ നമുക്ക് പറയാം. കണക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ വിവരങ്ങളൊക്കെ ഒന്ന് ഇവിടുന്ന് കണക്ട് ചെയ്യാം. ഒന്ന് വിളിക്കാവോ? നോക്കാം. എനിക്ക് നേരിട്ട് വിശ്വസിക്കുമ്പോ റിങ്ങുണ്ടേ. ഹലോ ഹലോ. ധർമ്മ, നമസ്കാരം. നമസ്കാരം. നമ്മളിവിടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ നിന്നാ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങള് എന്റെ അടുത്ത് ബിബിനുണ്ട്, അതുപോലെ മണിക്കുട്ടനുണ്ട്, പിന്നെ എലീന പഠിക്കലുണ്ട്. എലീന ഞാൻ ആങ്കർ പഠിക്കൽ തന്നെയാണ്. ഞങ്ങളിവിടെ സംസാരിച്ചോണ്ടിരുന്ന കാര്യങ്ങൾ ഈ കല്യാണത്തെ പറ്റിയൊക്കെയാണ്. അപ്പോഴാണ് ഈ എന്താ പറയുന്ന 2ാമതും ഒരു വിവാഹ വാർത്തയൊക്കെ ഈ അടുത്ത കാലത്ത് വന്നല്ലോ. അല്ല, എന്താന്നാ ഞാൻ എന്നെ പോലെ ഇങ്ങനെ ലവ് മാരേജ് ചെയ്ത കുറെ ആൾക്കാരുണ്ടാവും. അവരൊന്നും ചിലപ്പോ ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ലീഗലി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാ. 3 പേരെ ഒപ്പിടാൻ വിളിച്ചതാ. പക്ഷെ പത്രക്കാരൻ ടിവിക്കാരായി കൂടുതൽ. ഒരു ടിവിക്കാരൻ, ഒരു പത്രക്കാരൻ, ഒരു ഓൺലൈൻ മീഡിയ, ലോകം സാക്ഷിയായി നിർത്തും. അല്ല, ബിബിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, പിഷാരനോട് പറഞ്ഞിട്ടുണ്ടായില്ല, എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല, ആരോടും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ പാളിപ്പോയി. ഞാൻ തലേദിവസം ഇട്ടൊരു പോസ്റ്റാണ് എന്റെ ഒരു വിഷയം. എന്റെ ഭാര്യ വിവാഹിതയാവുകയാണ്, വരൻ ഞാൻ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു.
എന്നിട്ട് ബാക്കി ആണ് വാർത്തയിൽ വന്നത്. അപ്പൊ എന്നോട് വിശാലോട് പറഞ്ഞു നല്ലൊരു പോസ്റ്റ് ഇടണോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ്, ഞാൻ ഇട്ടിട്ടൊരു പോസ്റ്റ്, ഞാൻ എന്റെ അത് അറിയാണ് വരും ഞാൻ തന്നെ. ഈ സമയം എഴുതിയിട്ടുണ്ടായി, സ്ഥലം പറഞ്ഞിട്ടുണ്ടായില്ലേ, സ്ഥലം പറയാതെ തന്നെ ഇത്ര ആൾക്കാരെത്തിയപ്പോ സ്ഥലവും കൂടി പറഞ്ഞെങ്കില് ആലോചിച്ച് നോക്കി. ചേട്ടാ ആ ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കേട്ടായിരുന്നോ? ഇല്ലടാ, അന്നത്തെ ദിവസം എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ലെന്നേ. നീ അത് അവക്കയച്ചാ പോരായിരുന്നോ? അല്ല, അവക്ക് അയക്കാൻ പറ്റില്ല, കാരണം പുള്ളിക്കാരൻ അത് ഇടങ്ങിയ മെസ്സേജാ. അതെ, ഞാൻ അയച്ചത് എങ്ങനെയായിരുന്നേ, ബാക്കിയുള്ളവനൊക്കെ എങ്ങനെയെങ്കിലും ഓരോരുത്തർ കല്യാണം കഴിഞ്ഞിട്ട് തലേന്ന് ഒഴിക്കാൻ നോക്കുമ്പോ ചേട്ടൻ രണ്ടാമത് കെട്ടുന്ന ദുഷ്ടാ, ചേട്ടൻ ചാട്ടവാറ അടിക്കണം, ഇതായിരുന്നു എന്റെ മെസ്സേജ്. ഇതെങ്ങനെ ഞാൻ അനുചേച്ചിക്ക് അയക്കണേ? എന്നോട് പലരും ചോദിച്ചു എന്തിനാടാ രണ്ടാമത് കെട്ടിയപ്പോ വേറെ കെട്ടാൻ പാടില്ലേ. പ്രശസ്തനായിട്ടുള്ള നടൻ തന്നെ പറഞ്ഞു, മോനെ അത് വേറൊരു കെട്ടിയപ്പോരായിരുന്നോ, എന്തിനാണ് അങ്ങനെ അദ്ദേഹത്തന്നെ കെട്ടിയത്? അത് രസമല്ലേ, അത് വേറൊരു പറഞ്ഞു. പറഞ്ഞതിനകത്ത് ഒരാള് കിടപ്പുണ്ട്. അറിയാം. പകരം എനിക്കാകെ പേടിയുണ്ടായിരുന്നത് പിള്ളേരായിരുന്നു. അവര് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ നിങ്ങക്ക് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ സ്കൂളിൽ എല്ലാരും പറഞ്ഞു നിങ്ങൾ ഭയങ്കര ഭാഗ്യം ചെയ്ത പിള്ളേരാണ്, അച്ഛനും അമ്മക്കും മാല എടുത്ത് കൊടുക്കാനും കല്യാണത്തിന് കറികളും ഒക്കെ പറ്റുമല്ലോ എന്ന് പറഞ്ഞു. അതോടുകൂടി ഞങ്ങളുടെ എല്ലാ ഇതും ആരോക്കാനായിട്ട് ഞങ്ങളുടെ പിള്ളേരൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കില്ല, പിന്നെ അങ്ങോട്ട് വെച്ചാലൊക്കെ മണിക്കൂട്ടുണ്ട് അടുത്ത് കേട്ടോ. ധർമ്മേട്ടാ, ചേട്ടന്റെ മക്കളെ പോലെ എന്റെ അപ്പൂപ്പന്റെ അമ്മമ്മയുടെ കല്യാണത്തിന് കറി വിളമ്പാൻ പറ്റിയ ആളാണ് ഞാൻ. ഭാഗ്യം കിട്ടി. അത് ഭയങ്കര കാര്യമാണ്. വിചാരിക്കണവരല്ല, ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം വെക്കാം. എലീനയാണേ. എലീന പഠിക്കൽ പറയൂ. ധർമ്മൻ ചേട്ടാ, ഹാപ്പി മാരീഡ് ലൈഫ് വൺസ് അഗൈൻ. താങ്ക് യു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ആദ്യത്തെ കല്യാണമായിരുന്നോ ടെൻഷൻ, അതോ രണ്ടാമത്തെ കല്യാണമായിരുന്നോ ശരിക്കും ടെൻഷൻ എടുത്തത്? ആദ്യത്തെ കല്യാണത്തിന് ടെൻഷൻ ഒന്നും ഉണ്ടായില്ല. നമ്മളെ കൊറേ ആൾക്കാർ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ആദ്യത്തെ കല്യാണം കഴിക്കുമ്പോ ഞാനവിടെ ഒരു അമ്പലത്തിലൊരു വൈസ് പ്രസിഡന്റ് കെട്ടിക്കുന്ന ടൈമാണ്, ദേവസ്വം ബോർഡ് അമ്പലത്തില്. അതൊന്നുകൊണ്ടൊന്ന് കെട്ടി അങ്ങനെ പോയി. പക്ഷെ പിന്നീടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ലീഗലി ഒരു 16 വർഷം കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മൾ തിരക്കിലും പിടിക്കലൊക്കെ ആയപ്പോ അതിനെപ്പറ്റി ആലോചിച്ചില്ല. പിന്നെ എനിക്കതൊരു ആവശ്യമായിട്ട് തോന്നിയപ്പോ ഞാൻ ചെയ്തതാണ്. എനിക്ക് ഇപ്പൊ എല്ലാവർക്കും സന്തോഷം. അടിപൊളി അടിപൊളി അടിപൊളി. ധർമ്മൻ ചേട്ടനെ നമുക്ക് വിളിക്കാൻ പറ്റി, കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി അല്ലേ? സൂപ്പർ ആയിരുന്നു. ഇതൊക്കെ പറഞ്ഞു വന്നപ്പോഴാണേ ഇവിടെ 2 പേര് വന്നിട്ടുണ്ട്. അവർ ഓൾറെഡി കല്യാണം കഴിച്ചവരാണ്. അവർക്കൊന്നും കൂടി ഈ വേദിയിൽ ഒന്നും കൂടെ കല്യാണം കഴിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. എന്താ വേണ്ടേ? കയ്യോടെ വിളിക്കാം അല്ലേ? പിന്നെ ചേട്ടാ ചേച്ചി കേറി പോന്നോ? വൈഫാണ് മനസ്സിലായി. ഞങ്ങൾ 20 വർഷമായിട്ട് വിവാഹം കഴിച്ചിട്ട് 20 വർഷമായി. 20 വർഷത്തിന് മുമ്പേ കല്യാണം കഴിഞ്ഞു. പക്ഷേ കല്യാണം എന്ന് പറഞ്ഞാൽ ഒളിച്ചോട്ടമായിരുന്നു. ഞങ്ങൾ ഒളിച്ചോട്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ എന്താ പുതിയ വിശേഷം? ഇപ്പൊ ഞങ്ങള് പുതിയ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതെ, വീണ്ടും വീണ്ടും കല്യാണം കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വീണ്ടും ഞങ്ങളൊന്ന് കല്യാണം കഴിക്കാനായിട്ട് ഒരു തീരുമാനത്തിലാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഞങ്ങളുടെ കല്യാണം കാണുമെന്ന്. ഞങ്ങള് ധർമ്മജനോട് സംസാരിച്ചിട്ടിരിക്കുന്നുള്ളൂ. ആണോ? സർട്ടിഫിക്കറ്റ് വേണ്ടി കെട്ടിയാ? നിങ്ങൾ എന്തിനു വേണ്ടി കെട്ടി? അയ്യോ, പക്ഷെ അങ്ങനത്തെ ഒരു പ്ലാൻ അല്ല കേട്ടോ. ഞങ്ങളുടെ വെറൈറ്റി ആയിട്ടുള്ള പ്ലാനാ. ഞങ്ങള് രജിസ്റ്റർ ചെയ്താണ്, വിളിച്ചോണ്ട് രജിസ്റ്റർ ചെയ്താണ്. അപ്പൊ നമുക്ക് ഈ പെണ്ണ് കാണൽ ചടങ്ങ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ലായിരുന്നു. അപ്പൊ അതിന്റെ അനുഭവങ്ങൾ അതൊക്കെ രസകരമായ സംഭവങ്ങളല്ലേ. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞങ്ങള് ഇപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിയാണ് നമ്മളിപ്പോ വിവാഹം. അതെ അതെ. എല്ലാം ഒരു വിവാഹം എങ്ങനെ ആദ്യ പ്രാരംഭഘട്ടത്തിൽ തൊട്ട് എങ്ങനെയാണ് തുടങ്ങുന്നത്? ആദ്യം പെണ്ണ് കാണല് തൊട്ട്. അതെ അതെ. അല്ല, അതിന് വേണ്ടിട്ട് ചേട്ടൻ 2 മാസത്തിന് മുന്നേ ഞാനിവിടെ വീട്ടിലാക്കി. എന്നെ വീട്ടിൽ 2 മാസം അവള് വീട്ടിലാക്കി. ചേട്ടന്റെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിലുമായി. ബ്രോക്കറെ വന്നിട്ട് എന്നോടത്ത് ഒരു പെണ്ണ് നിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. ഞാൻ ഒരു കൂട്ടുകാരനോട് ഇവളെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോ ഇവള് എന്നെ കണ്ടിട്ട് അവിടെ അകത്തെന്തോ ഭയങ്കര ബഹളം. എനിക്ക് ആ പുള്ളി വേണ്ട, എന്റെ കൂടെ വന്നവനെ മതിയെന്ന്.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയറും മണ്ണൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര താല്പര്യം തോന്നിയില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു ആ കൂടെ ഇരിക്കുന്ന ചേട്ടനാണെങ്കിൽ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. പിന്നെ എല്ലാരും കൂടെ പറഞ്ഞ് 2 മക്കളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് ഒരു നമ്മൾ 20 വർഷം വിവാഹം കഴിച്ച ആൾക്കാരാണ്. നമ്മളിപ്പോ ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് പിന്നെ മനസ്സ് മാറ്റിയത്. പിന്നെ ഈ കുറി അടിച്ചൊക്കെ നാട്ടുകാർക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ഇന്ന് ഞങ്ങളുടെ കല്യാണമായിരുന്നു. അതെ, താലി കെട്ടുന്ന സമയത്ത് ടെസ്റ്റ് ഉണ്ടായി. ഞങ്ങൾക്കൊരു ഒരു രണ്ടാമതൊന്ന് ഞങ്ങളൊന്ന് ചിന്തിച്ചു. എന്താ ചിന്തിച്ചേ? ഞാൻ താലി കിട്ടാൻ ഇങ്ങനെ ആ മൊമെന്റില് ഒരു ശകലോടത്തായിരുന്നു കെട്ടിപ്പോയന്. ഇങ്ങനെ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തിൽ അവൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ഡിവോഴ്സ് ചെയ്താലോ. ഞാനും പറഞ്ഞു ഓക്കെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞു. കല്യാണം കഴിക്കാൻ വന്നിട്ട് പെട്ടെന്ന് ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ മോശം. അതിനൊരു കാരണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2 മാസം ഞാൻ ഇവരുടെ വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ സമയത്ത് ഞാൻ അനുഭവിച്ച സ്വാതന്ത്ര്യം, ഞാൻ അനുഭവിച്ച മനസ്സുഖം, ഇതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ അവളോട് പറഞ്ഞ തീരുമാനത്തിൽ ഞാൻ കുറച്ച് നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് വെച്ചു. നമ്മൾ രാവിലെ 6 മണിക്കും 5 മണിയാകുമ്പോൾ ഇവള് വെളുപ്പിലെ വന്നിട്ട് എന്നെ തട്ടി ഉണർത്തും. പണിക്ക് പോകുമെന്നും പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുകയാണ്. രാവിക്കൊണ്ട് എണീറ്റ് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാലോ സമയം ഫോണിൽ വിളിച്ചു, എവിടാണിപ്പോ വിളിക്കും ഒരു 10 പ്രാവശ്യം വിളിക്കാം. 5 മണി കഴിഞ്ഞാൽ ഒരു ഫോൺ കോൾ ഉണ്ട്. എവിടാ പണി കഴിഞ്ഞില്ലേ, ഇത്രയും സമയമായിട്ട് എവിടെയാണ്, വീട്ടിൽ വരുന്നില്ലേ, ബിവറേജിലും ബാറിലും ഒന്നും കയറി നേരെ ഇങ്ങ് പോന്നേക്കണം. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യവും ക്വസ്റ്റ്യനിങ്ങുമാണ്. സ്വാതന്ത്ര്യം ഇല്ല. അതെ, രഘുചേട്ടൻ പറഞ്ഞ സത്യമാണ്. ഞാനും അങ്ങനെ തന്നെ ചിന്തിച്ചു. കാരണം ഞാനാണെങ്കിൽ 20 വർഷമായിട്ട് കിടന്ന് ആ വീട്ടിൽ കിടന്ന് അനുഭവിക്കുക. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേക്കണം, ചേട്ടന്റെ കാര്യം നോക്കണം, 2 മക്കളുടെ കാര്യം നോക്കണം. പിന്നെ അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. എന്തെടുത്താലും ചേട്ടാ ഇത് ഇട്ടോട്ടെ എന്ന് ചോദിക്കണം. ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. പക്ഷെ ഈ 2 മാസം ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജീവിതം ഇത്ര മനോഹരമാണെന്ന്. എനിക്കൊന്ന് എൻജോയ് ചെയ്യണം, എനിക്കിനി ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഡിവോഴ്സ് വേണമെന്ന്. ആണ്, ഡിവോഴ്സ് വേണം. അല്ലാതെ ഒരു കാര്യം ഞാൻ പറയണത് നിങ്ങളൊന്ന് കേൾക്കാം. നിങ്ങള് രണ്ടാമത് എന്തായാലും കെട്ടാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ വേറൊരു പെൺകുട്ടിയെ കുറിച്ച് എന്താ പേരെന്തായിരുന്നു? രഘുവംശൻ തീരുമാനിച്ചു. താല്പര്യമുണ്ടോ? കുട്ടിയുടെ പേരെന്താ? വൃന്ദ. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെൺകുട്ടി കടന്നു വരുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? അയ്യോ, അതെനിക്ക് സഹിക്കാൻ പറ്റൂല. കണ്ടോ സ്നേഹം. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളിതേ ഞങ്ങൾ 3 പേരും കൂടെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഒന്നിക്കൂ, ഒരുമിച്ച് ജീവിക്കൂ. പിന്നെ വേറൊരു കാര്യം രഘുവംശ, വേറൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല കേട്ടോ. നടുമുറുക്കി ചവിട്ടുന്ന പെണ്ണാണെങ്കിൽ കുഴപ്പമായി പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം നിങ്ങൾ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, എന്നാ പിന്നെ ഞാൻ ഇവിടെ കേട്ടാ, അതല്ലേ നല്ലത്. നമ്മളെ അറിയാത്ത യക്ഷേക്കൾ നല്ലതാണല്ലോ നമ്മുടെ കൂടെ ഉള്ള ഈ പിശാച്, അതല്ലേ നല്ലത്. ഞാൻ പിശാചാണെങ്കിൽ നിങ്ങൾ ട്രാക്കുളയാ. അതാ അപ്പൊ യക്ഷി ഡ്രാക്കുളയെ കെട്ടുന്നു, അവരൊന്നും ഒന്നിക്കുന്നു, അതെന്താ കുഴപ്പം? അങ്ങനെയാണെങ്കിൽ ഓക്കെ, അന്നേ കൈവച്ചോ. നിങ്ങളുടെ എല്ലാവരുടെ ബ്ലെസ്സിങ്സ് എല്ലാം വേണം. ശരി അമ്മച്ചി, കല്യാണം നടത്തിയിട്ട് പോവുക. അയ്യോ, അങ്ങനെ ഇല്ലേ? അങ്ങനെയല്ല, അതൊന്ന് ഇടാവോ, അഡ്ജസ്റ്റ് ചെയ്യാവോ? എന്റെ പൊന്നെ പോക്കോ. സമയം 8:15. മുഹൂർത്തം കഴിഞ്ഞിട്ടില്ല, വാ പോട്ടെ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. പൂത്തമിഴിയിൽ കനൽ പോലെ മിന്നുമുടലിൽ കൈവള കരിവള കാൽത്തട ഇളകുമൊരാദ്യരാവിനഴകേ ഒരു കുഞ്ഞു. എടാ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും കേറി വരുവോ? ഇന്ന് ചൊവ്വാഴ്ചല്ലേടി, കട അവധിയാണ്, ആരും വരത്തില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇവിടെ ആരാ വരുന്നത്? അതും ശരിയാണെങ്കിൽ നമ്മുടെ കല്യാണം കഴിയുമ്പോഴേ നമുക്ക് ഈ സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കുറച്ചുകൂടി വലിയ പാർലർ പണിയണം. ഈ കറങ്ങണ കസേരയൊക്കെ വേണം. എടി, കറങ്ങുന്ന കസേരയൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഈ കറക്കലൊക്കെ നിർത്തിയതാ. അതെന്താ? കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ഷേവ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അവനെ ഇരുത്തിയിട്ട് ഒരു സ്റ്റൈലിന് വേണ്ടി ഞാൻ കസേര കറക്കി അങ്ങ് വിട്ടു. കറക്കുന്നതിന്റെ കൂട്ടത്തിൽ കഴിക്കുന്ന കത്തിയെടുക്കാൻ മറന്നു. അവ കൊരവള്ളി കയറി മെഡിക്കൽ കോളേജിൽ കിടക്കുക. വേട്ടാവളി
അളിയൻ ഇതാരടാ ഇത്? ഒരാളെ ഇരട്ടപ്പേരാ. ഇത്രക്ക് വൃത്തിയായിട്ട് ഇരട്ടപ്പേരുള്ള ഏത് തന്നെയാടാ? നിന്റെ അച്ഛൻ സുകുമാരൻ. ഞാൻ സുകുമാരനാ മുരളി. അയ്യോ പറഞ്ഞ് നാക്കെടുത്ത് വായിലോട്ട് ഇട്ടേ ഉള്ളൂ. 100 ആയിസാ. നീ കടയിലുണ്ടോ? ഞാൻ കടയിലില്ല, വീട്ടിലാ. എന്ത്? നീ ഇങ്ങോട്ട് ഓടി വേണോ? എന്തിന്? കട പൊളിച്ച് ആരോ കടക്കകത്ത് കയറിയിട്ടുണ്ട്. അതെ മാമ വിഷമിക്കണം, ഞാനത് CCTV കൂടെ നോക്കിക്കോളാം. അതുകൊണ്ട് ഞാൻ കയറി നോക്കാം. ഞാൻ കയറി നോക്കാം. വേണ്ട, മാമൻ കയറി നോക്കണ്ട. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയതാ. ഞാൻ വീട്ടിലല്ല, കടയിലുണ്ട്. കടയിലുണ്ടോ? ഉണ്ട്. ഞാനങ്ങോട്ട് വരുവാ. നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നു. എനിക്ക് പേടിയാവുന്നടാ. എടാ നിനക്ക് ഈ ബാക്കിൽ ഒരു ഡോർ വെച്ചൂടാടാ. ബാക്കിൽ ഡോർ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ മൊത്തം അടി എടാ, എന്നെ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. അച്ഛൻ കണ്ട പ്രശ്നമാടാ. എന്താ ചെയ്യാൻ പോണേ? നീ ഇരി, ഞാൻ പറയാം. എനിക്ക് പേടിയാവുന്നടാ. ദൈവം എന്താണോ ചെയ്യാൻ പോണേ? ഞാൻ വെക്ക. നീ ഇങ്ങോട്ട് കാണി. എടാ ഇത് അച്ഛന് കണ്ട മനസ്സിലാവില്ലേടാ. പെറ്റ തള്ള കണ്ടാ മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ അടിപൊളിയായിട്ട് ചെയ്തു തരും. ഞാൻ മറന്നുപോയതാ. എന്നെ മുടി ഒന്ന് വെട്ടി സെറ്റപ്പ് ആക്കണല്ലോ. ഇന്ന് വെട്ടാൻ പറ്റത്തില്ല മാമ. ഇന്ന് ചൊവ്വാഴ്ച അസോസിയേഷൻകാരെ അറിഞ്ഞാൽ വിഷയമാവും. അയ്യോ, ഞാൻ ആശിച്ച് വന്നാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും ഇവിടെ? മാമ പോക്കോ, നാളെ വാ. ഇവിടെ ഇത് ടെക്സ്റ്റൈൽസ് ഇരിക്കുന്ന പ്രതിമ പോലുണ്ടല്ലോ. ഏതാടാ ഈ സംഭവം? ഏതാ ഈ വേട്ടാവളി? ഇതേ കുറച്ച് ദൂരെ നിന്ന് വന്നതാ. ഇന്ന് അവന്റെ കല്യാണമാണ്. അപ്പൊ ഒന്ന് ഫേഷ്യൽ ചെയ്യണം, ഇവനെ പറഞ്ഞു വിടണം, കട അടയ്ക്കണം. ഓ, കല്യാണമാണോ? നാദരാത്രി അടിച്ച് ഒളിക്കും. അച്ഛാന്ന് വിളിച്ചില്ലേ? അച്ഛാന്ന് വിളിച്ചു. ഹിന്ദിക്കാരനാ. അച്ഛാ ഹിന്ദി? ഹിന്ദി. അപ്പൊ അച്ഛല്ല, ബഹുത്തച്ഛ. ആദ്യരാത്രി ബഹുത്തച്ഛ. അപ്പൊ മുടി എങ്ങനെ? മാമ നാളെ വെട്ടിത്തരാം. നാളെ ഞാൻ പോകാനോ? പോക്കോ. എടാ അത് കഷ്ടമായി പോരാടാ. അത് എടാ അതെ എടാ, ഇവിടെ വേറൊരു പയ്യനുണ്ടായിരുന്നു, പ്രവീണോ? അവന്റെ പേരെന്നാ? അവൻ ഇവിടെ ഇല്ല. അവനെവിടെ പോയി? അവന്റെ കല്യാണം കഴിഞ്ഞു. അവ ഹണിമൂണിന് പോയേക്കുവാ. ഹണിമൂൺ എവിടെ പോയി? ഊട്ടിയില്. അതിന് അവിടെ ആരും ഇരിക്കുന്നു? അവിടെ ആരും ഇരിക്കത്തില്ല, നല്ല തണുപ്പല്ലേ. അതാ പെണ്ണുമ്പിളെ കൊണ്ടാ അങ്ങോട്ട് പോയത്. അല്ല, നല്ല വെട്ടായിരുന്നു. കിടുക്കണ അവൻ വെട്ടുവാണെങ്കിൽ സൂപ്പറായിട്ട് നല്ല തേടി വള്ളി കാലേജിലേടാ. നിന്റെ കാര്യം പറഞ്ഞു നാക്കിലോട്ട് വായ അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. ഇവൻ പറയാ നീ ഊട്ടിക്ക് പോയ. നീ ആരാ ഊട്ടാനാടാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? സുകുമാരൻ മാമൻ. സുകുമാരൻ മാമൻ എന്താ മുടി വെട്ടാൻ വന്നതാണോ? എടാ ഞാൻ മുടി വെട്ടാൻ വന്ന. അന്നേരം അവൻ പറയുന്നു ചൊവ്വാഴ്ചയാണ്, അവന് അസോസിയേഷൻകാര് വഴക്ക് പറയും, ഞാൻ പൊക്കോളാം. മാമനോട് ഇരിക്കും, മാമന്റെ മുടി ഞാൻ വെട്ടിത്തരാം. എടാ പറഞ്ഞു വിട്, വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പ്രശ്നമുണ്ട്. നിന്റെ ഭാവിയും അമ്മയപ്പനല്ലേ? അതുകൊണ്ടാണ് പട്ടി പറഞ്ഞുവിടാൻ. സൂപ്പിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, വന്നു കയറിയ മഹാലക്ഷ്മിയാണ്. പുറം കാലം കൊണ്ട് അടിച്ച് പുറത്ത് കളയരുത്. ഇവിടെ മഹാലക്ഷ്മി അതുകൊണ്ടിരിക്കുന്നു. ഇതിലടാ കടക്കാത്ത തുപ്പിച്ച് മുരളിയെ കടയിൽ നീ തൂപ്പാണ് ഞാനും തൂപ്പും. നീ വെട്ടാൻ നോക്കണം. പിന്നെ മാമോ നല്ല സൂപ്പറായിട്ട് ഞാൻ വെട്ടിത്തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്കൊരു കാര്യം ചെയ്താലോ? അപ്പാച്ചി കെട്ടം കൊണ്ട് വെട്ടിയാലോ? അയ്യോ, അപ്പച്ചെ പോലെ വെട്ടണ്ട. ആ തള്ളയുടെ മുടി മുഴുവൻ ചേടയും പിടിച്ച് അപ്പിളി പേനുവാ. അതുകൊണ്ട് പുറത്തിറങ്ങിയ നാട്ടുകാർ വല്ലതൊക്കെ പറയും. എനിക്ക് മാന്യമായിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിയിൽ ഇതേ സെറ്റപ്പിൽ ഒരു കീച്ച അങ്ങോട്ട് കീച്ച. അപ്പൊ ഈ മാന്യത അങ്ങോട്ട് നിലനിർത്തണം, നിലനിൽക്കണം. അത്രേ ഉള്ളൂ. അതെ, തുമ്മിയത് എന്താണെന്നറിയോ? ഈ പദം മൂക്കിനകത്ത് കയറിയ അതുകൊണ്ടാ തുമ്മിയത്. അല്ലെങ്കിൽ തുമ്പത്തില്ല. നോക്കി വന്നേ. അമിതാഭ് ബച്ചൻ ഫാനാ അല്ലേ? മനസ്സിലായി. അമിതാഭ് ബച്ചൻ ഫാനാ മാമൻ. പക്ഷെ ഞാൻ വന്നപ്പോ തൊട്ടേ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, എവിടെയോ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ ചോദിച്ച കണ്ടിട്ടുണ്ട്. കാണാൻ ഒരു വഴിയില്ല. ഇവനെ അങ്ങ് ദൂരേന്ന് വന്നതാ. നമ്മുടെ കട എന്തിരിക്കുക? അപ്പൊ ഇവൻ ഇതിലും വലുതായോണ്ട് വരാൻ നീ വെട്ടുന്നുണ്ടോ? ഞാൻ വെട്ടിക്കോളാം. അവന്റെ കല്യാണമാണ്.
കല്യാണത്തിനാണ് കല്യാണം ചെറുക്കനാ. എന്റെ പൊന്നും മണവാളനാണ് എന്റെ ബായി. അതിരാതിരെയൊക്കെ അടിച്ചു പൊളിക്കാനിരിക്കുവാ. ഇത് ഈ ബായിക്ക് ഈ ഫസ്റ്റ് നൈറ്റിനെ പറ്റി വലിയ ധാരണയുണ്ടോ? പ്രവീണേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കടയിൽ പറയരുത്. നീ ഒന്ന് പോയടാ. കല്യാണ ചെറുക്കൽ ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അവൻ പറയട്ടെടാ, നിനക്ക് എന്നാടാ, നീ പറയടാ. മാമ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. ആ. അപ്പൊ ഈ ഫസ്റ്റ് നൈറ്റിന്റെ റൂട്ടിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ പറയട്ടെ. അല്ല, അവൻ കേക്കട്ടെ, ഹിന്ദിക്കാരനല്ല, അവന്റെ കല്യാണമല്ലേ. അതെ ഇത് മാമ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പോകാൻ നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ. വല്ലാത്ത സമയം. പ്രായമുള്ള ആൾക്കാർ നിൽക്കുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. എന്തോന്ന് പ്രായമൊന്നും എല്ലാ പ്രായക്കാരും ചെയ്ത ഫസ്റ്റ് നൈറ്റ്. നീ പറയണം, നീ പറ. ബായി കേട്ടോണേ. അപ്പൊ എന്റെ ഭാര്യ അവൾ ഇങ്ങനെ ഞാൻ ഉന്നം വെച്ച് നിൽക്കുവാണ്. ബെഡിൽ ഞാൻ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിതറിയിട്ട് എന്റെ ഭാര്യ കേട്ട ഭാര്യ മുല്ലപ്പൂ എന്നിട്ട് അവള് ഗ്ലാസ് പാലുമായിട്ട് അവള് മന്ദം എന്റെ അരികിലേക്ക് വന്ന് തല മന്താണോ? ഫ്ലോ കളയല്ലേ എന്റെ മാമ. എന്നിട്ട് ഞാൻ അവളെ വാരി പുണർന്ന് ബെഡിലേക്ക് കിടത്തി. എന്റെ ഭാര്യ ബെഡെ വാരി എടുത്ത് ഇട്ടുന്നു. അയ്യോ, എന്നിട്ട് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി. പ്രവീണേ, മതി. മാമ ഞാനിന്ന് വീട് വരെ പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. ആദ്യമൊക്കെ കൊണ്ട് കലവടച്ചല്ലോടാ. നല്ല രീതി ആസ്വദിച്ച് വന്ന നീ ആതിരാത്തെ കുറിച്ച് പറയണ്ട. അതന്നെ, ഇവിടെ ഇനി ആദ്യരാത്രിയെ കുറിച്ച് ആരും പറയണ്ട. എന്റെ ആതിരാത്തെ കുറിച്ച് ഞാൻ പറയാം. വലിച്ച് അത് പറയാം. 1956 കാലഘട്ടം. മാമ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ മാമ. എല്ലാവർക്കും ആവശ്യമുള്ളതാണ് അറിഞ്ഞിരിക്കണോടാ. പിന്നല്ല, അവന് കേക്കട്ടെ. അപ്പൊ നല്ല ഇടികുത്തി മഴയുള്ള സമയം. ആ സമയത്ത് എന്റെ കല്യാണം. ഓ, ഞാനാണെങ്കിൽ ഇങ്ങനെ വികാരം എല്ലാം കൂടി ഇങ്ങനെ ആവാഹിച്ച് മതി. ഞാനത് പറയും. നീ എന്റെ ദൈവമേ, ഈ പാവമൊക്കെ ഞാൻ ഏത് ഗംഗയെ കൊണ്ട് മുങ്ങിക്കളയോ. കേക്കടാ, ഇത് കേക്ക്. ഹിന്ദിക്കാരാ, നീയും കേട്ടു. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോ രാത്രി ഒരു 12 മണിയായി. എന്നിട്ട് ഞാനിങ്ങനെ കട്ടിലേ വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്റെ മനസ്സെന്ന് പറഞ്ഞാ മോനെ കഴിച്ചാ കിട്ടത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ പാലുമായിട്ട് കേട്ടോ ഭായി, പാലുമായിട്ട് ഇങ്ങനെ കേറി വരിക. അമ്മയല്ല, അച്ഛ, ബഹുത്തച്ഛ. അവളെ കാണാൻ വലിയ സുന്ദരിയാണ്. അവളെ പാലും കൊണ്ട് വന്ന് ഞാനെടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങ് വെച്ചു. എന്തിനാണ് മാറ്റി? അതിർത്ത് കുടിക്കാൻ പാടില്ലേ? നമ്മുടെ മനസ്സിൽ അതല്ലല്ലോ, വേറെ കിടന്ന് കളിച്ചോണ്ട്. അതല്ല, ബഹുത്തച്ഛാന്ന് പറയും. അങ്ങനെ വേണം പറയാൻ. ഇനി വേണ്ട, നിർത്തിക്കോ. ഇനി എന്റെ കടയിൽ ആരും ഫസ്റ്റ് നൈറ്റിന്റെ കഥ പറയരുത്. നീ ഉണ്ടായിരുന്നേ അവിടുന്ന്. എടാ പുള്ളിയുടെ ആദ്യ രാത്രിയെ പറ്റിയാ പറയുന്നത്, അല്ലാണ്ട് അവിഹിതത്തെ പറ്റിയല്ല. ഉണ്ട്. അയ്യോ ഉണ്ടെന്ന്. അതുകൂടി പറ. അതായത് ഞാനും എന്റെ അളിയനും വേട്ടയ്ക്ക് നടക്കുന്ന സമയം. ഈ വേട്ടയ്ക്ക് അളിയനെ കൊണ്ട് പോകുന്നോണ്ടാണോ വേട്ടാവളിയൻ എന്നുള്ള പേര് വന്നത്? തമാശ പറയില്ല. ഞാനിങ്ങനെ കാട്ടിൽ പോയിക്കൂടി, പാലക്കാടാണ് കാട്ടിലിങ്ങനെ ഒരു മൃഗത്തെ വെടിവെക്കാൻ വേണ്ടി തൂക്കോട്ട് ഇങ്ങനെ ഒന്നം പിടിച്ചിരിക്കുമ്പോ പുറകുന്ന ഒരു സാധനം വന്ന് ചുറ്റിയൊരു പിടി തന്നെ. പാമ്പായിരിക്കും. പാമ്പല്ലടാ, ഒറ്റയാൻ. അയ്യോ, നീ വെച്ചല്ലേ അയ്യോ, ഇത് ഇതിനെക്കാട്ട് മേളിൽ ഞാൻ അയ്യോ എന്ന് വെച്ച് പോയി. ഒരു പിടി പിടിച്ചെന്നെ 4 കുട കുടഞ്ഞിട്ട് ഒറ്റ ഏറ കേട്ടോ ബായി. ഞാൻ ചെന്ന് വീണത് എവിടെയാ? അങ്ങ് അടിവാരത്തുള്ള രമണിയുടെ വീടിന്റെ വാതിക്കെ. ഞാൻ അവിടെ കിടന്ന് വെള്ളം എന്ന് വിളിച്ചു പറഞ്ഞു. രമണി കുറെ വെള്ളം കൊണ്ടുവന്നു, ഞാനത് കുടിച്ചു. ഒരു 3.5 വർഷം കേട്ടോ ബായി ഞാൻ അവിടെ അങ്ങ് നിന്നു. എന്ത് വർത്തമാനമാ? ഒരു ഗ്ലാസ് വെള്ളം തന്നതിന്റെ പേര് 3 വർഷം അവിടെ പുറുക്കെന്ന് പറഞ്ഞ. എടാ, രമണി വെള്ളം കൊണ്ട് വന്നപ്പോ അവളെ വെള്ളം തന്ന കൂട്ടത്തിൽ അവളുടെ ചൂണ്ടുവരലില്ലേ, അത് വന്ന് എന്റെ ഈ അണിവരലുമായിട്ട് ഒന്ന് സ്പർശിച്ചു. ടച്ച് ചെയ്തു. ഈ ടച്ചിങ് ആണ് എന്നെ 3.5 വർഷം അവിടെ പിടിച്ചു നിർത്തിയത്. എന്റെ തമ്പുരാനെ, ഒറ്റ ടച്ചിങ്സിൽ 3.5 വർഷം അവിടെ പുറത്തുന്നാ. എനിക്കത് മതിയടാ. അങ്ങനെ ചക്കക്കുരു പോലത്തെ 2 ആമ്പിള്ളേരുമായപ്പം ഞാൻ അവിടെ രാജരാമായണം മുങ്ങി ഒറ്റ പിടിയും പിടിച്ചു. എനിക്ക് 2 അളിയന്മാരും ഉണ്ടെന്ന്. ബാബു, ഈ അടിവാരത്തുള്ള രമണി ചേച്ചി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? രമണി ഇവിടെ ഉണ്ട്, ആ കുടഞ്ഞ ആന അവിടെ ഉണ്ട്. പക്ഷെ ആനയുടെ കുടച്ചിലങ്ങ് നിന്നു കേട്ടോ. തീ മുടി വെട്ടുന്നോ നിന്നെ ഞാൻ പെട്ടോ. ഇവളെപ്പോഴാണ് ഇതിന്റെ അകത്ത് വന്ന് കയറിയത്? അല്ലാതെ ഇതിട്ട് ഞാൻ പറഞ്ഞു, ഒന്ന് മിണ്ടല്ലേ, പ്രശ്നമുണ്ട്. ഇവളും ഈ പുള്ളി കഥ മൊത്തം പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലടാ മിണ്ടല്ലേ എന്ന്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യുന്ന? എടാ, എലിന്ന് എഴുതാൻ പറഞ്ഞ പുലിന്ന് എഴുതിയിട്ട് തൊലിന്ന് വായിക്കുന്നവനാ. നീ എന്തെങ്കിലും ചെയ്യും. അപ്പൊ അങ്ങനെ അപ്പൊ നീയാണ് ഇതിന്റെ ഒരു കയ്യബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. ഇത് കയ്യബദ്ധോ? സൂപ്പറായിട്ട് വെട്ടി വെച്ചിരിക്കുന്നു.
ഇത്ര സമയം ഉണ്ട്, എങ്ങനെ ഇവര് വെട്ടിയിടാൻ നീ കിടക്കനായിട്ട് വെട്ടി വെച്ച അടിപൊളിയാ കേട്ടോ, സൂപ്പറാ. ഇപ്പഴാ കല്യാണ ചെറുക്കനായത്, മറ്റേ ഓളത്തില്ല ബോറ. മോനെ, ഈ കാണുന്ന ഇവിടുത്തെ ഇതില്ലേ ഈ വെള്ള ഇതെല്ലാം ഈ രോമം കളയണം, അല്ലെങ്കിൽ കിസടിയുമ്പോ കുത്തിക്കൊള്ളും. അച്ഛയല്ലേ ബഹുത്തച്ഛ. ഓ കുന്തം, ഒന്ന് നിർത്താവോ? എത്ര നേരം പറഞ്ഞാ സഹിക്കണത്? ലക്ഷ്മി നീ ലക്ഷ്മിയാ? അല്ലാതെ ശാന്തയുടെ മോളാണല്ലോ. കാടടക്കി വെടി വെച്ചേക്കുവാ. ഗീതു നീ ഇവിടെ ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വന്നതാ. ഫേഷ്യൽ എന്ത് ഫേഷ്യൽ വന്നെങ്കിൽ വന്നു. ഞാൻ പറഞ്ഞു ഒന്നും നീ കേട്ടില്ലല്ലോ. ഞാൻ മുഖത്തെ പതയിട്ടല്ലോ, ചെവിക്കകത്ത് പതയിട്ടില്ല. ഞാൻ എല്ലാം കേട്ടു. അപ്പം നീ അതങ്ങ് മറന്നു കളാ. അയ്യോ മറക്കോടാ, ആ താഴ്വാരത്തെ കഥയൊക്കെ എങ്ങനെ മറക്കും? അത്ര കിടക്ക കഥ. എണ്ണ എടുക്കല്ലേ അടിച്ചു. ഞാൻ നിമ്മ ഒരു കാര്യം ചെയ്യും, ഇതൊന്നും ഞാൻ അമ്മയോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അമ്മയോട് എല്ലാം പറയും. അമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ അച്ഛൻ അറിയാലോ. നാട്ടുകാർ മൊത്തം അറിയും. നാട്ടുകാർ മൊത്തം അറിഞ്ഞ ഇത്രയും വൃത്തിയായിട്ട് ഒരു അച്ഛന്റെ മോളായി എന്നെ ആരെങ്കിലും സ്വീകരിക്കുവോ? എന്നെ ആരെങ്കിലും കല്യാണം കഴിക്കുവോ? എനിക്ക് ഇനി ആരുണ്ട്? പാവം. എടാ ഞാൻ ഇത്രയും കേറ്റി വെച്ചില്ലേ, അവസരം മുതലെടുക്കടാ പട്ടി. ഇനി ആര് കല്യാണം കഴിക്കും? നിങ്ങൾ ഇത്രയ്ക്ക് വൃത്തിയായിട്ടായിരുന്ന ഒന്ന് രക്ഷിക്കടാ, നീ ഒന്ന് സമാധാനപ്പെടുത്താം. ഇവൾ എന്റെ കൂടെ പഠിച്ചതാ, 5ാം ക്ലാസ് പോലും 10ാം ക്ലാസ് വരെ. ഇവക്കാരും ഇല്ലെങ്കിലും ഞാനുണ്ടാവും. നിനക്ക് നീ എന്നെ കല്യാണം കഴിക്കോ? അത് എനിക്ക് എന്റെ വീട്ടുകാരോട്ടൊക്കെ ആലോചിക്കാം. നീ രക്ഷിക്കണം, ഒരു അച്ഛന്റെ വേദനയാ. ഞാൻ തകർന്നു പോകും മോനെ, നീ എന്നെ കാപ്പാത്തിക്കോ. മുരളി, ഇവിടെ പ്രായത്തിൽ മൂത്ര ആള് കാല് പിടിച്ചല്ലേ, സമ്മതിച്ചു കൊടുക്ക്. കളിച്ചങ്ങ് കയറ്റുവാ. മുരളി ഒന്ന് രക്ഷിക്കും മോനെ അച്ഛനെ. എനിക്ക് മാമ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവക്ക് ഇന്ന് മുതൽ ഞാനുണ്ടാവും. സന്തോഷമായി. നീ ദൈവമാമാൻ, നീ ദൈവമാ. ആ കൈ തന്നെ മോന്റെ കൈ തന്നെ. ഇത്രയും വൃത്തികെട്ടവനായ ഈ അച്ഛൻ എന്നെ മോളെ നിന്നെ ഏൽപ്പിക്കുക, ഒന്നുപോലെ നോക്കണം. പിന്നെ ഒരു കാര്യം, ഈ വൃത്തികെട്ട അച്ഛനെ പോലെ ആകരുത്. ഒരിക്കലും ഞാൻ തറവാട്ടി പറഞ്ഞവനാ. നീ ഇടയ്ക്കൂടെ അവിടെ കയറി അങ്ങ് പണിയാണല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞാൽ രണ്ടുപേരും എവിടെയെങ്കിലും പൊക്കോണം. ഇവളെ കൊണ്ട് വീട്ടിലോട്ട് വന്നു പോകരുത്. അഥവാ വീട്ടിലെങ്ങാണം വന്നാൽ കത്തിക്കും, നിർത്തി കത്തിക്കും. ഞങ്ങളെയോ? നിങ്ങളെയല്ല, നിന്റെ തള്ള എന്നെ നിർത്തി കത്തിക്കും. അതുകൊണ്ട് രണ്ടുപേരും കൂടെ എവിടെയും വാ. ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ബിബിൻ ജോർജ് തൂക്കി. അങ്ങനെ മുഴുവൻ പറയണ്ട, ആളെ വെച്ച് തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ, ആളെ വെച്ച് തൂക്കി. ശരിയാ. അതെ, ബിബിൻ ചേട്ടനും ബിബിൻ ചേട്ടന്റെ കൂട്ടുകാരനും കൂടെ ചേർന്ന്. അല്ല, അതിൽ ഞാൻ സത്യത്തിൽ എനിക്കൊരു പങ്കുമില്ല, കാരണം അത് അയാളുടെ കഴിവാണ്. മണിക്കൂട്ടൻ ആളെ കൊണ്ടുവരും. ഇതൊരു കൊട്ടാരമേ. അതാരാ? ആരുടെ വോയിസ്? എന്തത് മോളെ, ഈ കോട്ടയ്ക്കകത്ത് വന്നിട്ടാണ് ഈ കലാകാരന്മാരും കലാകാരികളും എല്ലാം ഡാൻസ് കളിക്കുന്നേ. അതെ ചേച്ചി, പെർഫോം ചെയ്യാൻ എനിക്ക് കൊതിയാവും ഇത് കാണുമ്പോഴത്തേനും. ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കൂടി. ആണോ? ഒരുത്തന്റെ പമ്പൊരിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പഴക്കം പച്ചിലിൽ ഒടുക്കം കിട്ടിയൊടി തങ്കമ്മേ. ഒരുത്തന്റെ പമ്പൊരിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പഴക്കം പച്ചിലിൽ ഒടുക്കം കിട്ടിയൊടി തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കേളവനല്ലടി തങ്കമ്മോ, പളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. കഴിഞ്ഞോ? സൂപ്പർ സൂപ്പർ സൂപ്പർ. നമസ്കാരം നമസ്കാരം ചേച്ചി. ഞാൻ ഈ കുഞ്ഞുങ്ങളെല്ലാം വീട്ടിൽ പോയിട്ടാ വന്നേ. ഇവരുടെ വീട്ടിലോ? പിന്നെ ഞാൻ ഹരിത കർമ്മസേനയിൽ വർക്ക് ചെയ്യുന്ന ആളെ അച്ചാമ്മ. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളുടെ വീട്ടുകാരെല്ലാം എന്നെ കണ്ടിട്ടുണ്ട്. ഉറപ്പായിട്ടും. പിന്നെ ഞാൻ ഈ മണിക്കൂട്ടിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ ചെന്ന് കയറിയത്. കൊള്ളാടാ കുട്ടപ്പ, നീ മിടുമിടുക്കനാ. ഈ മോന്റെ വീട്ടിൽ ചെന്നപ്പോ എനിക്ക് കിട്ടിയ എന്നാന്നറിയോ? കണ്ട, ഇതൊന്നേ കിട്ടിയല്ലോ. ഒന്നല്ല രണ്ട് കിടക്കുന്നു. പിന്നല്ലാതെ. എടാ കുഞ്ഞെ, നീ കഴിക്കുമ്പോ ഇച്ചിരി വില കൂടിയ സാധനം മേടിച്ച് കഴിക്കടാ. ഇത് അവിടെ നമ്മളെ ഒരു ജോലിക്ക് ഒരു ചേട്ടൻ വന്നിരുന്നു അവിടെ. അപ്പൊ പുള്ളിക്ക് ഈ പറയുന്ന പോലെ എനർജി ആവാൻ വേണ്ടി പുള്ളിക്ക് 2 പെഗ് വേണമെന്ന് പറഞ്ഞു. എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചേ. അല്ലല്ല, 2 പെഗല്ലേ, ബ്രോ അടിക്കും. അപ്പൊ പുള്ളി അടിച്ച് ബാക്കി കമ്പനി കൊടുക്കണ്ടേ ജോലി ചെയ്യുമ്പോ? പിന്നല്ലാതെ. ഈ ആശാൻ നടുക്കിരിക്കുന്ന ആശാന് വീട്ടിൽ ചെന്നാ കാണാനേ ഇല്ല. ഭയങ്കര വൃത്തിയായിട്ട്. നീ മോന്റെ ഭാര്യനെ ഞാൻ സമ്മതിച്ചു. എന്തും മിടുക്കിയ ഒരു ഐശ്വര്യം അവള്. ആ വീട്ടിൽ ഒരു അനുകൂലത്വം ഒന്നുമില്ല. പക്ഷെ ഒറ്റ കാര്യം നിങ്ങൾ മറന്നു കളയുക. ഞാൻ 3 മാസം അവിടെ വന്നു. ഈ 3 മാസവും 50 രൂപ വെച്ച് 150 രൂപ തന്നാ മതി. അത് ഇതുവരെ തരാത്തന്നെ. പൈസ അവിടെ വെക്കാറുണ്ടല്ലോ. എവിടെ വെക്കാറുണ്ട്? ആകെപ്പാട് ഒരു 50 രൂപയുടെ കേസല്ലേ ഉള്ളു മോനെ. അതിന്റെ അകത്ത് ഇച്ചിരി പൈസ അല്ലേ എനിക്ക് കിട്ടുള്ളൂ.
പക്ഷെ എനിക്ക് ഏറ്റവും കൗതുകം എന്നാന്നറിയോ, കൂളിംഗ് ഗ്ലാസിന്റെ വല്ല കച്ചവടം വല്ലതും ഉണ്ടോ മോനെ അവിടെ? എനിക്കോ? പകർച്ചേട്ടന്റെ വീട്ടിൽ പിന്നെ അവിടെ നിന്ന് കിട്ടിയോ? അവിടെ നിന്ന് കിട്ടിയതേ ഇത് കൂട്ട് 3-4 കിട്ടി. ഇത് ഒരു ഞാൻ വരുന്ന പിടിക്ക് കുറെ പിള്ളേർക്കെല്ലാം കൊടുക്കും. കൊറേ ഉണ്ട്. നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ സാധനം വെച്ചോണ്ട് വരുന്ന പകർച്ചേട്ടനാ. എലി വെക്കത് കേറുന്നില്ല. വൻപൊളിയായിരിക്കും വെച്ചോ. വാട്ട് അഗ്ലി അല്ലേ, തുമ്പിയുടെ ഷേപ്പായി പോലെ കിടച്ചിങ്ങരല്ലേ തുമ്പി. എനിക്ക് ഏറ്റവും സന്തോഷം എവിടെ ചെല്ലുമ്പോഴാണ് ഈ ബിമ്മിമോന്റെ വീട്ടിൽ ചെല്ലുമ്പോഴാ. എന്റെ പൊന്നെ, എന്റെ മനസ്സ് നിറയുക. കാരണം ആ സാധനം ഇവിടെ ഇരിക്കുവല്ലേ, അവിടെ പോയിട്ട് എന്തിനാ എടുക്കാവുന്നില്ല. അല്ല, ആ വീട്ടിൽ നിന്ന് എടുക്കാനുള്ളൂ. ഒരു 3 ചാക്ക് വെള്ള പേപ്പറിൽ കഥ എഴുതിയതാന്ന് പറഞ്ഞു. എഴുതും വെട്ടും ഒരു 3 ചാക്ക് ഒരു പെട്ടി ഓട്ടോറിക്ഷയില ഞാൻ കെട്ടിക്കൊണ്ട്. അത് വായിച്ചാൽ നമുക്കൊരു കഥ ഉണ്ടാക്കാൻ പറ്റും. പിന്നല്ലാതെ എലീനയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അതാ പറഞ്ഞ ഈ മുതലിന്റെ വീട്ടിൽ പോയ കഥയാ പറയാൻ പോകുന്നത്. ഏത് വീട്ടിലാ പോയത്? ഞങ്ങൾക്ക് കേൾക്കുന്നത്. ഏത് വീട്ടിലാണോ? ഒരുപാട് വീടുണ്ടല്ലോ. ഇവള് താമസിക്കുന്ന വീട്ടിൽ തന്നെ ഞാൻ പോയത്. ഒരു 3 വീടിന്റെ അപ്പുറേന്ന് കേൾക്കാം കലവില എന്തൊരു ഒച്ചയും ബഹളവുമാണത്. ഷാപ്പാണോ അതോ വീടാണോ? അപ്പനുള്ള സമയത്താണെങ്കിൽ ഷാപ്പ്, അപ്പനില്ലാത്ത സമയത്താണെങ്കിൽ വീട്. ഞാൻ ഓർത്ത് ഏതെങ്കിലും ആമ്പിള്ളേർ അവിടെ ഉണ്ടാവും ഇതിന് മാത്രം ഒച്ചയും ബഹളം വെക്കാൻ. ആണും പെണ്ണുമായിട്ട് നീ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നത്. ഓളം വേണ്ടേ? വീട്ടിലൊന്നും ഉണ്ടാക്കാറൊന്നും ഇല്ലേ? എല്ലാം പാഴ്സൽ ഇതുണ്ട് കാണിച്ചേ. ഇതുണ്ടോ പാഴ്സൽ മേടിച്ചേക്കുന്ന കവറുകൾ? അത് മൊത്തം ഇരിക്കുന്നത് എല്ലാം വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കുവോ അല്ലേ? നല്ല ശരീരമല്ലേ ഇടി കുഞ്ഞെ, വെറുതെ നശിപ്പിക്കണോ? ഭക്ഷണത്തിന് കുറെ നിയന്ത്രണം വീട്ടിലുണ്ടാക്കുന്നൊക്കെ നീ ഉണ്ടാക്കിയൊക്കെ പഠിക്ക്. വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കണോണ്ട് ശരീരത്തിന് കുഴപ്പം പറ്റുള്ളൂ. എലീനെ ഉണ്ടാക്കി കഴിച്ച ആളെ കാണൂല. എനിക്ക് മോളോടൊരു കാര്യം പറയാം. ഞാൻ ഈ ചില വീടുകളിൽ ചെല്ലുമ്പോൾ ചില ഫോറിനേഴ്സ് ഒക്കെ ആയിരിക്കും. അവരുടെയൊക്കെ സംസാരം എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷ് ഭാഷ ചുവനേരം വശമില്ല. ചെന്ന് കേറുമ്പത്തിന് അവര് കഥ കടച്ചം കളയോ. പഞ്ചായത്തിൽ ചെല്ലുമ്പോ ഇതിന് വിഷയമുണ്ടെന്നേ. എടി മോളെ, നിനക്ക് ഫ്രീ ടൈമിൽ എന്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അയ്യോ, അത് എനിക്ക് ഇവിടെ വർക്കില്ല. ഇവിടെ എന്ത് വർക്ക്? ഒരു വർക്കും ഇല്ല. അല്ല, അങ്ങനെയല്ല. ഞാൻ പഠിപ്പിക്കാനല്ല, ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാനാണോ? അതെനിക്ക് വേണം, ഇംഗ്ലീഷ് പഠിപ്പിക്കണം. അത് തന്നെയല്ല, ഇങ്ങനെയുള്ള വീട് മിസ് ചെയ്യണമെങ്കിൽ ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ആള് ചെന്നാലേ പറ്റുള്ളൂ. നീ ഇത് ഉടുപ്പ് നിട്ടുന്നു. അതെനിക്ക് അങ്ങനെ പറ്റില്ല. ഇച്ചിരി വിദ്യാഭ്യാസമുള്ള ആൾക്കാര് അവിടെ വന്നു കഴിഞ്ഞാല് എനിക്ക് അവിടെ എളിഞ്ഞു നിൽക്കാം. ഇവിടെ പോലെ ഒരു പെങ്കൊച്ച് അവരോടൊന്ന് ഫൈറ്റ് ചെയ്ത് ഞാൻ വരാനോ? പിന്നെ നീ ഒന്ന് ഇട്ടടി. ഞാൻ ഇത് ഇട്ടിരുന്നൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ ചാക്കും കൂടെ എടുത്തു കൊടുത്തു. നാച്ചുറാലിറ്റി ഫീൽ ചെയ്തല്ലേ? അതന്നെ അങ്ങനെ ഞാൻ ആ വീട്ടിലെ ആളാണേ. കോളിംഗ് ബെല്ല് അടിച്ചോ. Good morning, ma'am. I'm from this Kerala State Government to taking the trash at your house. So, can you place your trash here? No. I want residency of situation marriage. Get out! No, ma'am. We have the trash. The trash is here, ma'am. You're supposed to just put your trash here. No, ma'am. No, ma'am. You need to put the trash here because the neighbors are not liking the way you're putting your trash outside. You need to put it here. We need to take it there. The bus outside is waiting for us, ma'am. You need to put the trash here. Waste? Yes, waste. Garbage. Yeah. Yes. Good job. Thank you. Every day you coming my help. No. I'm talking about the garbage at my your kitchen house. Help. No. Your garbage should be placed here so that I can walk and put it in the trash bus there. മതിയോ? നിന്നെ ഞാൻ ജോലിക്ക് എടുത്തു. ഇവിടുന്ന് എത്ര രൂപ കിട്ടും നിനക്ക്? അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. എന്തായാലും ഇവിടത്തെക്കാട്ടിലും കൂടുതൽ പൈസ ഞാൻ കൊടുത്തോളാം സാറേ. എനിക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം എന്റെ കൂടെ വേണ്ട. എന്റെ പൊന്നു മോളല്ലേ, നിന്നെ ഞാൻ മുന്നിൽ നിർത്തിയിട്ട് ഈ വീടുകളിലൊക്കെ കയറി എനിക്ക് സേവനം ചെയ്യണം. ഞാൻ വരാൻ ചേച്ചി. കാരണം എന്നാന്നറിയോ, ഇവിടുന്ന് കിട്ടുന്നതിനെക്കാട്ടും നല്ല വേറെ ഭാഷയിൽ നിന്ന് എനിക്ക് കേൾക്കാൻ ഞാൻ റെഡിയാണ്. അങ്ങനെയാണ്, നല്ലൊരു മനസ്സിനുടമയാണ് ഇവിടെ. Come ചേച്ചി, let's take this. Yes. We putting at the back like this. Yeah, ma. And then we walk like catwalk like this. Walk. Yes. Walk. ചേച്ചി പറഞ്ഞു പോയാലേ? No. We're not going to talk to them. They'll do the rest of the things. The show has to be winding up. Yes. They'll do that. Yeah. Okay. Me guys? No. Let them do it. Okay. Let them do it. Let them do the wind up. Let them do the break. Let them do whatever they like. Let's go. Bye guys. Bye. Okay. ഒരാൾക്ക് ഞങ്ങൾ പണി കൊടുത്തിരിക്കുകയാണ്.